തിരുവനന്തപുരം കാരക്കുളം കുന്നത്തുകാലിൽ റോഡ് വശത്തുകൂടി നടന്നു പോവുകയായിരുന്ന വയോധികനെ ബൈക്ക് യാത്രികൻ ഇടിച്ചു തെറിപ്പിക്കുന്ന CCTV ദൃശ്യം പുറത്ത്. ഇക്കഴിഞ്ഞ ജനുവരി 11 വൈകിട്ട് 6:40 കുന്നത്തുകാൽ ചാവടിയിലാണ് സംഭവം. കാഴ്ചപരിമിതിയുള്ള വയോധികൻ അപ്രതീക്ഷിതമായി പെയ്ത മഴ നനഞ്ഞുകൊണ്ട് റോഡരികിലൂടെ നടന്നു പോകുമ്പോഴാണ് അതുവഴി വന്ന ബൈക്ക് യാത്രികൻ വയോധികനെ ഇടിച്ചു വീഴ്ത്തിയത്. ഇതിനു പിന്നാലെ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ വയോധികൻ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. റോഡിന്റെ ഇടതുവശത്തുകൂടി നടന്നു പോവുകയായിരുന്ന വയോധികനെ ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ചതിന് പിന്നാലെ നിർത്താതെ കടന്നു കളയുകയായിരുന്നു എന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. വയോധികൻ ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് വിവരങ്ങൾ. ഈ ബൈക്ക് യാത്രികൻ കുന്നത്തുകാൽ ജംഗ്ഷനിൽ നിന്ന് മണിവിള ഭാഗത്തേക്ക് പോയതായിട്ടാണ് വിവരം. പോലീസ് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയാണ്. പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടിയതായിട്ടാണ് വെള്ളട പോലീസ് അറിയിക്കുന്നത്. അതേസമയം മറ്റൊരു സംഭവത്തിൽ ബാലരാമപുരത്ത് നിർത്തിയിട്ടിരുന്ന സിമന്റ് ലോറിയിൽ കാർ ഇടിച്ചു കയറി ഒരാൾ മരണപ്പെട്ട വാർത്തകളും പുറത്തുവരികയാണ്. മാരായമുട്ടം വടകര സ്വദേശി സ്റ്റാൻലിയാണ് മരണപ്പെട്ടത്. രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് വിവരങ്ങൾ. ഇക്കഴിഞ്ഞ ദിവസം രാത്രി 12:30യോടെയാണ് സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ സമീപത്ത് നിർത്തിയിട്ടിരുന്ന സിമന്റ് ലോറിയിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കവെയാണ് സ്റ്റാൻലി മരണപ്പെട്ടത്. സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. അതേസമയം വാഹനം ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ കൂടി വരികയാണ്. എന്നാൽ അത് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ തന്നെ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് പലർക്കും ഗ്രാഹ്യമില്ല എന്നത് തന്നെയാണ് സത്യം. അറിയാമെങ്കിൽ തന്നെ അപകടം നടന്നതിന്റെ ഷോക്കിൽ പലരും പകച്ചു പോകാം. അപകടത്തിൽ വാഹനത്തിന് കാര്യമായി കേടുപാടുണ്ടെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ട്രാഫിക് പോലീസ് സ്ഥലത്തെത്തിയതിന് പിന്നാലെ മാത്രമായിരിക്കണം വാഹനം അവിടെ നിന്നെടുത്ത് മാറ്റാനാവൂ. അപകടം സംഭവിച്ചാൽ പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ലീഗൽ കേസുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ആശുപത്രികളിൽ മാത്രം അഡ്മിറ്റ് ആവുക. അപകടം നടന്നാൽ വാഹനം നിർത്തി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഗുരുതരമാണെങ്കിൽ വാഹനം ഒരു കാരണവശാലും അപകട സ്ഥലത്ത് നിന്ന് മാറ്റരുത്. ഇൻഷുറൻസ് കമ്പനിയുടെ സ്പോട്ട് സർവേക്ക് ശേഷം മാത്രമേ വാഹനം മാറ്റാവൂ. ഇടിച്ച വാഹനത്തിന്റെ ഉടമയുടെ പേരും അഡ്രസ്, ഫോൺ നമ്പർ, ലൈസൻസ് നമ്പർ, വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ, ഇൻഷുറൻസ് കമ്പനിയുടെ പേരും നമ്പരും എന്നിവ എഴുതിയെടുക്കുക. അപകടത്തിന് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരും അഡ്രസ്സും മാറ്റി സൂക്ഷിക്കുക. അപകടം നടന്ന് 24 മണിക്കൂറിനകം തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.